ഈ സൈസ് കുതിരക്കുണ്ടികളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്. ഇതൊക്കെ പറയാനായിട്ട് നീ ആരാ? ഇതിനുള്ള ഒരു യോഗ്യത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഗൈസ്, ഞാൻ തുടക്കത്തിലേ പറയാം, എനിക്ക് ആകെയുള്ള യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ടീനേജറാണ്. ഈ ടോപ്പിക്കിൽ തന്നെ സയന്റിഫിക് ആയിട്ട് എന്നേക്കാൾ ഒരുപാട് യോഗ്യതയുള്ള ആൾക്കാർ ഒട്ടനവധി വീഡിയോസ് യൂട്യൂബിലും പല സോഷ്യൽ മീഡിയസിലും ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വേറൊരു യൂട്യൂബ് വീഡിയോ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ്. ഇത് ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ, അതായത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അതിലൊക്കെ വരുന്ന പോസ്റ്റും റീൽസും ഒക്കെ കണ്ട് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ആണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ തമ്മിൽ കണ്ട പോലെ സെക്സ് എഡ്യൂക്കേഷൻ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും. അതായത്, നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഗത്തിന്റെ ഉദ്വേജന ശക്തി നഷ്ടപ്പെടുകയും നിങ്ങളുടെ കായിക ബലം കുറയുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ മോനെ നോക്കിയും കണ്ടു അടിച്ചില്ലെങ്കിൽ ഇതിന്റെ സാമാനം ഫ്യൂസ് ആയി പോകും. ഒന്നാമത്തെയാണ് എല്ലാം തികഞ്ഞ പെണ്ണുങ്ങൾ. ഇപ്പോഴത്തെ ആൾക്കാരുടെ എല്ലാം വിചാരം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗേൾസ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് ആണ്. അവരാരുമായിക്കോട്ടെ, എങ്ങനെ ഇരുന്നോട്ടെ, ആർക്കും ഒരു ഇംപെർഫെക്ഷനും ഉണ്ടായിരിക്കത്തില്ല. അവർ തിന്നുകയില്ല, തൂറുകയില്ല. ഇതൊക്കെ ശരിക്കും ഓരോരുത്തർ ആലോചിച്ച് കൂട്ടി വെച്ചേക്കുന്ന. ആൻഡ് ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇവന്മാർ ഇതൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് പോയി കെട്ടുന്നു, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാകുന്നു. കാര്യത്തോടടുക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അതായത് ആരും ഗൈസ് ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അതൊരു ബോയ് ആയിക്കോട്ടെ, ഗേൾ ആയിക്കോട്ടെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പെണ്ണിനെയും ഇത്രയധികം പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് അത് കാണുന്ന പെണ്ണുങ്ങളായിട്ട് ഒരു രീതിയിലും ഇടപഴകാത്ത പുരുഷനോ യുവാവോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവർ മനസ്സിൽ കൂട്ടിവെക്കുന്നത് എല്ലാ പെമ്പിളേരും ഇങ്ങനെയാണ്. ആൻഡ് ലാസ്റ്റ്, ഡൈവോഴ്സ്. ഞങ്ങളിതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യത്തിൽ പോയി ഡൈവോഴ്സ് ചെയ്ത് ആരും ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ഒരു നീഡാണ് ഈ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതവൻ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ അവനവന്റെ പാർട്ട്ണറിനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അങ്ങനെ ഇഷ്ടം കുറഞ്ഞ് വഴക്കായി, അടിയായി, അങ്ങനെ ഡൈവോഴ്സ് ആവും. അല്ല, നോ യുവർ ഹോണർ, എനിക്ക് ഇപ്പം ഡിവോഴ്സ് വേണം. എന്താ കാരണം? എന്റെ സാറേ, ഇവർക്ക് ഭയങ്കര മുടിയാ, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇപ്പം ഡിവോഴ്സ് വേണം. നിർത്ത്. താൻ ഒരു മനുഷ്യനാണോ? പെണ്ണുങ്ങൾ പോകുമ്പോൾ തലയും മുടിയൊക്കെ കാണും. ഇതൊക്കെ നേരത്തെ നോക്കിയിട്ട് വേണ്ടായിരുന്നോ കെട്ടാൻ? അത് പിന്നെ സാറേ, തലയിലെ മുടിയുടെ കാര്യമല്ല പറഞ്ഞത്. അടുത്തതാണ് ലവ് പാർട്സ്. ബോയ്സ്, നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശരിക്കും എന്തിനോടാണ് സെക്ച്വലി അട്രാക്റ്റഡ് ആവുന്നത്? എന്നാ ചോദ്യമാണോ? ഞങ്ങൾ പെണ്ണുങ്ങളോടാണോ അട്രാക്റ്റ് ആവുന്നത്? ഉറപ്പിക്കാവോ? ഈ വീഡിയോയുടെ തമ്മിൽ തൊട്ട് 20 സെക്കൻഡ് വരെ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ച ഫോട്ടോകളും വീഡിയോകളും ഒന്നും പെണ്ണുങ്ങളുടെ അല്ല, എല്ലാം ട്രാൻസ്ജെൻഡേഴ്സാണ്. അപ്പോൾ ഇത്ര നേരം സുഖിച്ചിരുന്ന പലരുടെയും സുഖം അങ്ങ് പോയി കാണും. പിന്നെ സുഖമൊന്നും പോയില്ലെങ്കിൽ കൺഗ്രാറ്റ്സ്ഫുൾ, യു ആർ ഗുഡ്. നിങ്ങൾ സെക്ച്വലി അട്രാക്റ്റഡ് ആവുന്ന ഒരിക്കലും പെണ്ണുങ്ങളോടല്ല, അവരുടെ വലിയ 2 കാര്യങ്ങളോടാണ്. ഒന്ന് അവരുടെ വസ്ത്രധാരണം, പിന്നെ വസ്ത്രം ഒഴിച്ച് ബാക്കിയെല്ലാം. അതായത് ശരിക്കും പറഞ്ഞ ഓരോ ഭാഗങ്ങൾ, അതിനോടൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത്. 2 വലിയ ഉണ്ട എവിടെ കണ്ടാലും ആയും പൊളിച്ചിങ്ങനെ നോക്കിയിരിക്കും. അതാണാണോ പെണ്ണാണോ ആടാണോ കോഴിയാണോ പശുവാണോ എന്നൊന്നും നോക്കാറില്ല. പിന്നെ ഈ വീഡിയോയുടെ ആദ്യമേ നമ്മൾ കുറേ കമൻസ് കാണിച്ചു തരും. ആ കമൻ്റ് എല്ലാം ഒരു കാലിന് കിട്ടിയതാണ്. അപ്പൊ കാലിന് ഇത്രയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരെയും കുട്ടികളുടെ കാര്യമില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിലും ഈ തുണി സൈറ്റിലൊക്കെ കാണിക്കുന്ന ഈ കാലും പെമ്പിള്ളേരുടെ ശരീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂ പോലെ പൂത്ത് വിരിഞ്ഞു നിൽക്കുന്നതാണ്. അതൊക്കെ കണ്ട് പ്രതീക്ഷ കൊണ്ടവന്മാരൊക്കെ പോയി കെട്ടും. 3 days later. ചേട്ടായി, ഈ കുഴിനഖം ഒന്ന് വെട്ടിത്തരാവോ? ഇവിടെയാണ് നമ്മുടെ ചിന്താഗതി മാറുന്നത്. ശരിക്കുള്ള ജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ പെമ്പിള്ളേരൊന്നും ഇങ്ങനെ അല്ല. അവർക്ക് ഒട്ടേറെ ഇംപെർഫെക്ഷൻസ്. നിങ്ങളെ പോലെ നോർമൽ മനുഷ്യനാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ. അടുത്തതാണ് തുണ്ടുകൾ. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് ക്രോമിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംരംഭമായിരുന്നു. പിന്നെ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടെ നമ്മുടെ മലയാളികൾ ജപ്പാനുമായി വളരെയധികം ക്ലോസ് ആയിരിക്കുന്നു. മൊത്തം അതാ. ആൻഡ് ഉള്ള കാര്യം പറയാലോ, അവര് പണി അറിയാവുന്നവരാ. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഗൈസ്, ജപ്പാൻകാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരുടെ സ്വെറ്റ് ഗ്ലാൻസ്, വിയർപ്പ് ഗന്ധികൾ സാധാ മനുഷ്യനേക്കാളും കുറവായിരിക്കും. അതായത് അവർ വേർക്കുന്നത് വളരെ കുറവായിരിക്കും. വേർപ്പിന് വലിയ ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നും കാണണമെന്നില്ല. ആൻഡ് അത് അവരെ ഈ വീഡിയോസ് ഉണ്ടാക്കാനായി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഈ വീഡിയോസിന് അഡിക്റ്റായി ഇത് തന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ ജീവിതത്തിലോട്ട് വരുമ്പം ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരിക്കും. ഇനി ഈ തുണ്ട് കാണുന്നതിനോട് നമുക്ക് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ഗാങ് ബാങ്.
അതായത് 3-4 പേര് ഒരുമിച്ച് ചെയ്യുന്നത്. ഇതൊക്കെ ഇൻസ്റ്റയിലും ക്രോമിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഗേൾസും ഇത് കാണുന്നുണ്ട്. അവരിത് കണ്ട് അവർക്കിത് ഇഷ്ടപ്പെട്ട് അവരിതിനോട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 2 പേര് തമ്മിലുള്ള കെമിസ്ട്രി ഒന്നും അവർക്ക് വർക്കൗട്ട് ആവില്ല. പഠനങ്ങൾ പറയുന്നു ഇങ്ങനെ 3-4 പേരുമായി ചെയ്യാൻ പോകുന്നതിൽ വളരെ കുറച്ച് ശതമാനം പേർക്ക് മാത്രമേ അത് വർക്കൗട്ട് ആയിട്ടുള്ളൂ. ആൻഡ് അത് വർക്കൗട്ട് ആകാത്തവർക്ക് അവരുടെ ജീവിതകാലത്ത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്ത്രീ വളരെയധികം ട്രെയിനിങ്ങും കഠിനമായ പ്രാക്ടീസും ഒക്കെ കൂടെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അവർ തന്നെ പറയും അത് പകുതി പേർക്കും അതിൽ താല്പര്യം ഇല്ലാതാണ് ചെയ്യുന്നത്. അവർ വളരെ നല്ല ആക്ടേഴ്സാണ്. അതായത് ഇതൊക്കെ ജസ്റ്റ് ഒരു സിനിമ പോലെ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സൂപ്പർമാൻ സിനിമകളിൽ ഷഡ്ഡി ഇട്ടുകൊണ്ട് സൂപ്പർമാൻ വന്ന ആൾക്കാരെ രക്ഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നും വെച്ച് നാളെ നിങ്ങളും ഷഡ്ഡി ഇട്ടിറങ്ങിയാൽ നാട്ടുകാർ നിങ്ങളുടെ പിടിക്ക് കയറും. പിന്നെ ഗൈസ്, ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ ഒരു മെസ്സേജാണ്. ഇവൻ്റെ കല്യാണം ഈയിടെയാണ് കഴിഞ്ഞത്. ലവ് മാരേജ് ആയിരുന്നു. ആൻഡ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അവൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. ഈ ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്ന സമയം വരെ ഞാൻ ഇതിനെപ്പറ്റി ഒട്ടും ബോധറല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മാത്രം ജീവിതമല്ല, മറ്റൊരാളുടെയും കൂടെ ജീവിതമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഒരു ബോധോദയം ഉണ്ടായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾ ഇതുപോലൊരു വിഷയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അഥവാ ഉള്ളിലൊരു ഭയമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മുത്തേ പോനിക്കര ജീവിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെയൊക്കെ പ്രതിവിധി എന്താണെന്നും കൂടെ ഞാൻ തന്നെ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ ഇനി ഇതൊന്നും കാണല്ലേ, ഇതിലോട്ടും തിരിച്ചു പോകല്ല് എന്നൊക്കെ പറയുന്ന സ്റ്റേജ് മിക്കവാറും കഴിഞ്ഞ് കാണും. അപ്പോൾ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിട്ട വാണം ആന പിടിച്ചാൽ കിട്ടുമോ? ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ കാലമല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നിങ്ങൾ കഴിച്ചോ, കുളിച്ചോ, ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ കളർ എന്താ, ഷഡ്ഡിയുടെ കളർ എന്താ, ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ ഷഡ്ഡിയാലൊക്കെ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായി സംസാരിച്ചിരിക്കേണ്ട മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇട്ട് തരുന്നത്. ഇനി ഇതൊക്കെ ചാടിക്കയറി ആദ്യത്തെ ദിവസം തന്നെ ഒന്നും ചോദിക്കാൻ പോവല്ലേ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നല്ലൊരു ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ ചോദിക്കാം, കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടന് കുറച്ച് ഓപ്പണായി സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ഇതിലൂടെ അവരുടെ കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ കാര്യം വേണമെങ്കിലും ചോദിക്കാം. ഇത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടും പിന്നെ നിങ്ങളുടെ പേഴ്സണൽ അനുഭവങ്ങൾ വെച്ചിട്ടും ഒക്കെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, അത് ബ്രേക്കപ്പ് ആവാനുള്ള കാരണം, നിങ്ങൾ സ്ട്രെയിറ്റ് ആണോ, ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല രീതിക്ക് ക്ലോസ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന തെറ്റിദ്ധാരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. മിനിമം ഇത്രയും ഓപ്പൺ ആയിട്ട് മാത്രം വിവാഹത്തിനെ പറ്റി ആലോചിക്കുക. ഇനിയെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ തകരാതിരിക്കട്ടെ. ഇന്നത്തെ ചിന്ത എന്താന്ന് വെച്ചാൽ, ഒരുപാട് ആഗ്രഹിച്ചവർക്ക്